ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 6ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രി, കൃഷിയിൽ നിന്നും വ്യവസായത്തിലേക്ക്. നമ്മൾ അതിൻ്റെ ഒരു പാർട്ട് ഇട്ടതാണ് കേട്ടോ. അഥവാ ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ അത് ആ നോട്ടും ഇതിനകത്തിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പാഠത്തിൻ്റെ പേര് കണ്ടേ 6ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. 6ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററാണ്, സോഷ്യൽ സയൻസ് ആണ്. ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രി എന്നാണ്, കൃഷിയിൽ നിന്നും വ്യവസായത്തിലേക്ക് കേട്ടോ. അതിൻ്റെ നമുക്ക് ഒരു മാർക്കിൻ്റെ ഒരു 10 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. നമ്മൾ എല്ലാ ചാപ്റ്ററിൻ്റെ അങ്ങനല്ലേ, എല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട ഒരു 10 1 വേർഡ് ക്വസ്റ്റ്യൻ ഇടുന്നുണ്ട് കേട്ടോ. നോക്കിക്കേ, വാട്ട് ഈസ് ദ പ്രൈമറി സെക്ടർ ഈസ് ആൾസോ നോൺ ആസ്. പ്രാഥമിക മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പ്രാഥമിക മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അഗ്രികൾച്ചറൽ സെക്ടർ എന്നാണ് കേട്ടോ, കാർഷിക മേഖല. ഒന്നോക്കെയാണോ? വാട്ട് ഈസ് ദ റിവാർഡ് ഫോർ ദ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻസ് നോൺ ആസ് ലേബർ? വാട്ട് ഈസ് ദ റിവാർഡ് ഫോർ ദ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻസ് നോൺ ആസ് ലേബർ? തൊഴിൽ എന്ന ഉൽപാദന ഘടകത്തിനുള്ള പ്രതിഫലം. നമ്മൾ ജോലി ചെയ്യത്തില്ലേ കുഞ്ഞുങ്ങളെ, നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് എന്താ അതിന് പ്രതിഫലം കിട്ടുന്നത്? അതിൻ്റെ കൂലിയാണ് കേട്ടോ. വേജസ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞത്. എന്താ വേജസ്? കൂലി. അടുത്ത 3ാമത്തെ, വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഗുഡ്സ് ആൻഡ് സർവീസ് നീഡഡ് ഫോർ പീപ്പിൾ കാൾഡ്? വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഗുഡ്സ് ആൻഡ് സർവീസ് നീഡഡ് ഫോർ പീപ്പിൾ കാൾഡ്? ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയെ എന്ത് പേരാണ് വിളിക്കുന്നത്? ജനങ്ങൾക്ക് വാട്ട് ഈസ് പ്രൊഡക്ഷൻ എന്ന് ചോദിക്കുമ്പോഴും ഇതാ എഴുതണ്ട കേട്ടോ. ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പറയുന്നത് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനം എന്ന് പറയുന്നത് കേട്ടോ. 3ാമത്തെ. 4ാമത്തെ, ദ്വിതീയ മേഖല. 3 മേഖലയുണ്ട് കേട്ടോ. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി കേട്ടോ. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നീ 3 മേഖലകളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അതിൽ ദ്വിതീയ മേഖല ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ദ്വിതീയ മേഖലയുടെ ഒരു ഭാഗമായി വരുന്നത് ഏതാണ്? പാർട്ട് ഓഫ് ദ സെക്കൻഡറി സെക്ടർ, വൈദ്യുതി ഉൽപാദനം കേട്ടോ, പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. 1ാമത്തെ ഏതായിരുന്നു? പ്രാഥമിക. ഏതിലാണ് നിങ്ങൾ വരുന്നത്? അഗ്രികൾച്ചർ, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടാണ് 1ാമത്തെ മേഖല വരുന്നത് കേട്ടോ. 1 എന്നുള്ളതിനാണ് പ്രാഥമികം എന്ന് പറയുന്നത് കേട്ടോ. പ്രാഥമിക മേഖലയിലാണ് അഗ്രികൾച്ചർ വരുന്നത്, മറന്നു പോകരുത്. ദ്വിതീയ മേഖലയിലാണ്, 2ാമത്തത് സെക്കൻഡറി കേട്ടോ മേഖലയിലാണ് പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി ഉൽപാദനം വരുന്നത്. ഇതൊക്കെ പ്രധാനപ്പെട്ട 10 എണ്ണം ഞാൻ ഈ 1 വേർഡ് തന്നേക്കുന്നത് കേട്ടോ. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 എണ്ണം. ഇനി ഉൽപാദനത്തിന്റെ പശ്ചാത്തലത്തിൽ ഭൂമി എന്നത് എന്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, വാട്ട് ഡസ് ലാൻഡ് റെഫേഴ്സ് ടു? ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് പ്രൊഡക്ഷൻസ്, വാട്ട് ഡസ് ലാൻഡ് റെഫേഴ്സ് ടു? ഉൽപാദനത്തിൽ, പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഉൽപാദനം എന്നാണ് കേട്ടോ. അതിൻ്റെ പശ്ചാത്തലത്തിൽ കോണ്ടെക്സ്റ്റ് ഭൂമി, ലാൻഡ് എന്ന് പറയുന്നത് എന്താവും നിങ്ങളെ? നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് വാട്ടർ, എയർ ആൻഡ് സോയില്. ജലം, വായു, മണ്ണ് തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളെയാണ് ലാൻഡ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഈ ഭൂമി എന്ന് വെച്ചാൽ എന്തൊക്കെ അതിനകത്തിൽ വരുന്നുണ്ട്? വാട്ടർ വരുന്നുണ്ട്, എയർ വരുന്നുണ്ട്, സോയിൽ വരുന്നുണ്ട് കേട്ടോ. ജലം, വായു, മണ്ണ് തുടങ്ങിയവ എല്ലാം എന്താ? പ്രകൃതി വിഭവങ്ങളാണ്. 5 1 വേർഡ് ഓക്കെ ആണല്ലോ. അടുത്ത അതിൻ്റെ 6ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ദാറ്റ് ജനറേറ്റ് ഇൻകം കാൾഡ്? വരുമാനം. ഇൻകം എന്ന് വെച്ചാൽ എന്താ? വരുമാനം കേട്ടോ. ഓരോ വാക്ക് ഓർത്ത് വെച്ചേക്കണേ. ഇൻകം എന്ന് വെച്ചാൽ വരുമാനം എന്നാവും നിങ്ങളെ. ഇത് ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളെ, നമ്മൾ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നതൊക്കെ അല്ലേ. ഏതൊക്കെ തരത്തിലാണ് നമ്മൾ ഓരോരുത്തരും അല്ലേ, ഓരോ വ്യക്തികളെ എടുത്താലും ഓരോരുത്തരും ഓരോ രീതിയിലാണ് എന്താ വരുമാനം ഉണ്ടാക്കാൻ അല്ലേ. വരുമാനം ഉണ്ടാക്കുന്ന ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? എക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പോൾ പരീക്ഷയ്ക്ക് വാട്ട് ഈസ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത്? എന്താ? അതായത് വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്, സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ പേഴ്സൺസ് ഹു ബൈസ് ആൻഡ് യൂസ്? വാട്ട് ഈസ് എ പേഴ്സൺ? എ ആണ്. വാട്ട് ഈസ് എ പേഴ്സൺസ് ഹു ബൈസ് ആൻഡ് യൂസസ് ഗുഡ്സ് ഓർ സർവീസ് കാൾഡ്? സാധനങ്ങളോ സേവനങ്ങളോ വില കൊടുത്തു വാങ്ങുകയും, എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുക്കളോ, അതാണ് ഇവിടെ സേവനങ്ങളോ, അത് വില കൊടുത്തു വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ എന്താണ് നമ്മൾ വിളിക്കുന്നത്?
കൺസ്യൂമർ എന്നാണ് കേട്ടോ, ഉപഭോക്താവ് എന്നാണ്. ചോദ്യം നല്ലതുപോലെ കേൾക്കണേ. വാട്ട് ഈസ് എ പേഴ്സൺസ് ഹു ബൈസ് ആൻഡ് യൂസ് ഗുഡ്സ് ഓർ സർവീസ് കാൾഡ്? സാധനങ്ങളോ ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, സാധനങ്ങളും സേവനങ്ങളും ആട്ടോ. ടു ബൈ പ്രൈസിൽ വില കൊടുത്ത് വാങ്ങുകയും അതുപോലെ തന്നെ അത് യൂസ് ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഉപഭോക്താവ് അല്ലെങ്കിൽ കൺസ്യൂമർ എന്നാണ് വിളിക്കുന്നത്. അടുത്ത 9ാമത്തെ ചോദ്യം, മൂലധനം എന്ന ഉൽപാദന ഘടകത്തിനുള്ള പ്രതിഫലം എന്താണ്? മൂലധനം എന്ന ഉൽപാദന ഘടകത്തിനുള്ള പ്രതിഫലം എന്താണ്? വാട്ട് ഈസ് എ റിവാർഡ്? പ്രതിഫലം എന്ന് വെച്ചാൽ എന്താ? റിവാർഡ്. എന്തിനും റിവാർഡ് ഉണ്ടല്ലോ. ഫോർ ദ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻസ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്നതാണ് മൂലധനം എന്ന് പറഞ്ഞിട്ടോ, ക്യാപിറ്റൽ മൂലധനം. അപ്പൊ അതിനുള്ള പ്രതിഫലം എന്താണ്? ഇൻട്രസ്റ്റ് ആണ് കേട്ടോ, പലിശ. ഇൻട്രസ്റ്റ്, പലിശ. പ്രാഥമിക മേഖല ഏത് പേരിലാണ്? നമ്മൾ ഫസ്റ്റിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? പ്രാഥമിക മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അഗ്രികൾച്ചറൽ സെക്ടർ കേട്ടോ, കാർഷിക മേഖല. ദ പ്രൈമറി സെക്ടർ ഈസ് ആൾസോ നോൺ ആസ് അഗ്രികൾച്ചറൽ സെക്ടർ, കാർഷിക മേഖല. 10ാമത്തെ, കൗഡില്യം കേട്ടോ വായിക്കാറിയണേ കുഞ്ഞുങ്ങളെ. കൗഡില്യന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വാക്കുകൾ ഏത് പുരാതന ഗ്രന്ഥത്തിലാണ് ഉള്ളത്? കൗഡില്യന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വാക്കുകൾ ഏത് പുരാതന ഗ്രന്ഥങ്ങളിലാണ് ഉള്ളത്? അർത്ഥശാസ്ത്രം. വിച്ച് ancient text contains the words of കൗഡില്യ about economic activities? അർത്ഥശാസ്ത്ര. വായിക്കാൻ അറിയണേ. 10 വാക്ക് വൺ വേർഡ് ആണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് അതിനകത്തിലെ 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ഒക്കെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം കേട്ടോ. ചാപ്റ്ററിന്റെ പേര് മറക്കല്ലേ കേട്ടോ. 6ാമത്തെ ചാപ്റ്റർ ആണ്. നോക്കൂ നിങ്ങളെ, ഭൂമി, മനുഷ്യ അധ്വാനം എന്നീ ഘടകങ്ങളാണ് ആദ്യകാലത്ത് കാർഷിക ഉൽപാദനത്തിനായി മനുഷ്യൻ പ്രയോജനപ്പെടുത്തിയിരുന്നത്. അത് ടെസ്റ്റിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കേട്ടോ. ഇൻ ഏർലിയർ ടൈംസിൽ ഇറ്റ് വാസ് ലാൻഡ് ആൻഡ് ഹ്യൂമൻ ലേബർ ദാറ്റ് പീപ്പിൾ യൂസ്ഡ് ഫോർ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. ഭൂമി, മനുഷ്യൻ. നമ്മൾ ഭൂമി കുറേ വസ്തു ഉണ്ടെന്ന് വെച്ചോ കുഞ്ഞുങ്ങളെ, അത് വെറുതെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മതിയോ? നമ്മുടെ അധ്വാനവും കൂടെ വേണം അല്ലേ? നമ്മളത് കൃഷി ചെയ്യാനായാലും എന്തുപോലും നമ്മുടെ ഒരു അധ്വാനം വേണം. ആദ്യകാലത്ത് കാർഷിക ഉൽപാദനത്തിനായിട്ട് മനുഷ്യൻ പ്രയോജനപ്പെടുത്തിയിരുന്നത് ഭൂമികളും മനുഷ്യന്റെ അധ്വാനങ്ങളുമായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ ആ ചാപ്റ്ററിനകത്തിൽ നിഷാന്റെ ഒരു നിരീക്ഷണം, ഒബ്സർവേഷൻ ഓഫ് നിഷാൻ ഉണ്ട് കേട്ടോ. നമ്മുടെ ടെസ്റ്റിലെ ചോദ്യമാണ്, ദ മേക്കിംഗ് ഓഫ് വെപ്പൺസ് ആൻഡ് ടൂൾസ്, ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ, the exchange of commodities, the scale of commodities. നിഷാന്റെ ആ ഒരു നിരീക്ഷണം എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അതായത് earlier these practice of exchange existed only locally. Gradually, for the exchange of goods, coins made of copper, silver and gold were used as a medium of exchange. Silk Route, which maintained the commercial relationship between the East and the West. നിഷാന്റെ ഒരു ചോദ്യവും ഞങ്ങൾ നമ്മുടെ ടെസ്റ്റിനകത്തിൽ കൊടുത്തിട്ടുണ്ട്. നിഷാന്റെ ഒബ്സർവേഷൻ എഴുതാൻ, നിരീക്ഷണം. നിഷാൻ ഒരു പടത്തിൽ അതിലോട്ട് നോക്കി നിൽക്കുന്ന ഒരു പടം, ഇതാ സംഭവം. ഇതിൻ്റെ ഒബ്സർവേഷൻ, നിരീക്ഷണം എഴുതാനാണ് നമ്മളോട് ചോദിച്ചത്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ നടിത എഴുതണ്ട കേട്ടോ, ഇത്ര എഴുതണം. മലയാളം മീഡിയക്കാർ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? മലയാളം മീഡിയക്കാർക്ക് നടിതാണ്. അതിൻ്റെ ഓർഡറിൽ എഴുതാൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ആയുധങ്ങളും ഉപകരണങ്ങളുടെയും നിർമ്മാണമായിരുന്നു ആദ്യം. അവർ ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ ഉണ്ടാക്കി. അതിനുശേഷം അവർ കൃഷിയുടെ വ്യാപനം, എല്ലായിടവും കൃഷിയാക്കി. കൃഷിയായി കഴിയുമ്പോൾ എന്താ, അവർ സാധനങ്ങളുടെ കൈമാറ്റം. കൃഷിയായി കഴിയുമ്പോൾ ഈ സാധനങ്ങളൊക്കെ വിൽക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും, അതിനകത്ത് നമ്മൾ ബാർട്ടർ സമ്പ്രദായമൊക്കെ പറഞ്ഞത് അല്ലേ? സാധനങ്ങളുടെ കൈമാറ്റം, പിന്നോ സാധനങ്ങളുടെ വിൽപ്പന. ഇതെങ്ങനെ വിൽക്കണം അല്ലേ? അതിനെക്കുറിച്ചൊക്കെ 1ാമത്തെ പാർട്ടി നമ്മൾ പറഞ്ഞതാ കേട്ടോ. ഒന്ന് കയറി അത് കണ്ടിട്ട് വേണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അതായത് മുമ്പ് ഈ വിനിമയ രീതി പ്രാദേശികമായി മാത്രമേ നിലനിന്നിരുന്നുള്ളൂ, പ്രാദേശികപരമായിട്ട് മാത്രമേ നിലനിന്നിരുന്നുള്ളൂ. കാലക്രമേണ അതെന്താ, സാധനങ്ങളുടെ കൈമാറ്റത്തിനായിട്ട് ചെമ്പ്, സ്വർണം, വെള്ളി എന്നിവ കൊണ്ട് നിർമ്മിച്ച നാണയങ്ങൾ വിനിമയ മാധ്യമമായിട്ട് അവർ ഉപയോഗിച്ചു. പിന്നോ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യ ബന്ധം നിലനിർത്തിയിരുന്ന വാണിജ്യ പാതയായിരുന്നു സിൽക്ക് റൂട്ട്. സിൽക്ക് റൂട്ടൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യ ബന്ധം നിലനിർത്തിയിരുന്ന വാണിജ്യ പാതയായിരുന്നു സിൽക്ക് റൂട്ട്. മനസ്സിലാക്കി എഴുതണം കേട്ടോ. ഇത് എന്താ നമ്മുടെ നിഷാന്റെ ഒരു ഒബ്സർവേഷൻ എഴുതാൻ ചോദിച്ചതിലാണ് കേട്ടോ.
ഓക്കെ, അടുത്ത എന്താണ് എക്കണോമിക് ആക്ടിവിറ്റീസ്? എന്താ കുഞ്ഞുങ്ങളെ ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നാൽ എന്താണ്? സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നാൽ എന്താണ്? ദ ആക്ടിവിറ്റീസ് ദാറ്റ് ജനറേറ്റ് ഇൻകം ആർ എക്കണോമിക് ആക്ടിവിറ്റീസ്. ദീസ് ആക്ടിവിറ്റീസ് ആർ മെയ്ഡ് പോസിബിൾ ത്രൂ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ. വരുമാനം ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധ്യമാകുന്നത് ഉൽപാദനം എന്ന പ്രക്രിയയിലൂടെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് ഈ പാഠത്തിലെ. എന്താണ് എക്കണോമിക് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നാൽ എന്താണ്? ദ ആക്ടിവിറ്റീസ് വായിക്കാൻ അറിയണം കേട്ടോ. ഞാൻ ഈ പറയുമ്പോൾ വാക്കുകൾ ഓരോന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ദ ആക്ടിവിറ്റീസ് ദാറ്റ് ജനറേറ്റ് ഇൻകം ആർ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇൻകം are economic activities. These activities are made possible through the process of production. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. വരുമാനം ലഭ്യമാകുന്ന പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ കേട്ടോ. സാമ്പത്തിക പ്രവർത്തനങ്ങൾ സാധ്യമാകുന്നത് ഉൽപാദനം, പ്രൊഡക്ഷൻ കേട്ടോ. ഓരോ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കണേ നിങ്ങൾ കേട്ടോ. ഓരോ വാക്കെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രൊഡക്ഷൻ എന്ന് കേട്ടാൽ നിങ്ങൾ ഓർത്തോണം അത് ഉൽപാദനം. അതിൻ്റെ മലയാളം പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഉൽപാദനം എന്ന പ്രക്രിയയിലൂടെയാണ് കേട്ടോ. മൂന്നാമത്തെ. അടുത്ത നാലാമത്തത് എന്താണ് ട്രേഡ്? ഞാൻ ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കി കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ആണ് തന്നിരിക്കുന്നത് കേട്ടോ. വാരി വലിച്ചേ എഴുതിയിട്ടില്ല. എഴുതാനാണെങ്കിൽ ഇഷ്ടം പോലെ നോട്ട് ഈ പാഠത്തിലുണ്ട്. നിങ്ങൾ കഴിവതും സോഷ്യലും സയൻസും ടെസ്റ്റിലേ പഠിക്കാവൂ കേട്ടോ. നിങ്ങളെ നോട്ട് ടെസ്റ്റ് വായിച്ച് മനസ്സിലാക്കുക. കാരണം കൂടുതൽ ക്വസ്റ്റ്യനും ടെസ്റ്റിലെയാണ് നമ്മൾ ചോദിക്കുന്നത് കേട്ടോ. അപ്പം നോക്കിയേ, ഞാൻ അതിനകത്തിലേക്കും ഏറ്റവും പ്രധാനപ്പെട്ട നോക്കിയാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ട്രേഡ് അല്ലെങ്കിൽ വ്യാപാരം എന്നാൽ എന്താണ്? ഇതൊക്കെ ഒരു മാർക്കിന് ചോദിക്കാൻ കൊള്ളാവുന്ന കേട്ടോ. ട്രേഡ് അല്ലെങ്കിൽ വ്യാപാരം എന്നാൽ എന്താണ്? നമുക്ക് പ്രതിഫലം ഈടാക്കി സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് വ്യാപാരം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പം നമ്മൾ എന്തെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ പൈസ അല്ലേ രൂപ കൊടുത്തിട്ടാണ് നമ്മൾ എന്താ സാധനങ്ങൾ വാങ്ങുന്നത്. ഒരു കടയിൽ പോയിട്ട് ചിരിച്ച് കാണിച്ചാൽ നമുക്ക് എന്തെങ്കിലും സാധനം തരുമോ? ഇല്ല. നമുക്ക് ഏത് സാധനം വേണമെങ്കിലും പണം കൊടുത്തെങ്കിലേ നമുക്കത് കിട്ടത്തുള്ളൂ അല്ലേ. അതാണ് പ്രതിഫലം. അതിനോട് കൊടുക്കുന്ന റിവാർഡ് അല്ലെ. പ്രതിഫലം ഈടാക്കി സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് വ്യാപാരം എന്ന് പറയുന്നത്. ട്രേഡ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്ചേഞ്ചിങ് ഗുഡ്സ് ഓർ സർവീസ് ഫോർ റിവാർഡ്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത് എന്തായി ബാർട്ടർ സിസ്റ്റം എന്നല്ലേ. ബാർട്ടർ സിസ്റ്റം എന്ന് വെച്ചാൽ പണ്ട് കാലത്തെ എൻ്റെ കുഞ്ഞുങ്ങളെ ഈ പൈസയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ആൾക്കാർ ജീവിച്ചിരുന്നില്ലേ അല്ലേ. നമ്മുടെ അപ്പനപ്പന്മാരൊക്കെ പണ്ട് കാലത്ത് ജീവിച്ചപ്പോഴേ ഇന്നത്തെ കൂട്ട് 500 നോട്ടും 100 നോട്ടും 5 രൂപയുടെ നോട്ടും 10 രൂപയുടെ നോട്ടും ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത്? അവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സാധനങ്ങൾ കൈമാറ്റം ചെയ്തല്ലേ ജീവിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയാണെന്നറിയോ? ഇപ്പം അപ്പുറത്തെ വീട്ടുകാരുടെ ഇപ്പുറത്തെ വീട്ടിൽ കുറേ മാങ്ങയുണ്ട്, അപ്പുറത്തെ വീട്ടിൽ കുറേ ചക്കയുണ്ട് അല്ലേ. ഇപ്പുറത്തെ വീട്ടുകാർക്ക് കുറേ ചക്ക വേണമെന്നുണ്ടെങ്കിൽ ഇവരെന്താ പറഞ്ഞത്? ഞാൻ ഒരു ചക്ക മാങ്ങ ഞാൻ നിങ്ങൾക്ക് തരാം, ഞങ്ങൾക്ക് ഒരു 5-6 ചക്ക തരണേ. മനസ്സിലായോ? അങ്ങനെയാണ് സാധനങ്ങൾക്ക് പകരം അവർ സാധനങ്ങളായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തത്. അപ്പം അന്ന് നോട്ടുകളൊന്നും ഇല്ല കുഞ്ഞുങ്ങൾ കേട്ടോ. അന്ന് പണം ഇല്ലാതിരുന്ന ഒരു കാലത്ത് കേട്ടോ. സാധനങ്ങൾക്ക് പകരം സാധനങ്ങളായിരുന്നു അവർ കൈമാറ്റം പണത്തിന് പകരം അല്ലേ. പണം ഉപയോഗിക്കാതെ തന്നെ സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യപ്പെടുന്ന സാമ്പത്തിക സംവിധാനത്തിന് പറയുന്ന പേരാ കുഞ്ഞുങ്ങളെ ബാർട്ടർ സിസ്റ്റം അല്ലെങ്കിൽ ഒരു കൈമാറ്റ വ്യവസ്ഥ എന്ന് പറയുന്നത്. ബാർട്ടർ സിസ്റ്റം ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം ഫോർ എക്സ്ചേഞ്ചിങ് ഗുഡ്സ് ഓർ സർവീസ് ഡയറക്റ്റ്ലി നേരിട്ട് ഫോർ അതർ ഗുഡ്സ് ഓർ സർവീസ് വിത്തൗട്ട് യൂസിങ് മണി. പണം ഉപയോഗിക്കാതെ അല്ലേ. പണം ഇല്ലായിരുന്നു അന്നത്തെ കാലത്ത്. ഇല്ലായിരുന്നു. പണം ഉപയോഗിക്കാതെ വരുന്ന സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന സാമ്പത്തിക സംവിധാനമാണ് ബാർട്ടർ സിസ്റ്റം അല്ലെങ്കിൽ കൈമാറ്റ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണെന്ന് പഠിച്ചു അല്ലേ. എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ എന്തെല്ലാമാണ്? വളരെ ഇമ്പോർട്ടൻ്റ്. ഈ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മാത്രമാണ് എഴുതി വെച്ചേക്കുന്നത്. എക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ വിഭജനം ക്ലാസിഫൈ എങ്ങനെയാണെന്ന് നോക്കൂ നിങ്ങളെ. എക്കണോമിക് ആക്ടിവിറ്റീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 സെക്ടർ. 3 സെക്ടറുകളാട്ടോ. ബേസ്ഡ് ഓൺ ദെയർ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. സാമ്പത്തിക പ്രവർത്തനങ്ങളെ അവയുടെ പൊതുവായ സ്വഭാവ സവിശേഷതകളെ അടിസ്ഥാനമാക്കി 3 സെക്ടറുകളാണ്. സെക്ടർ എന്ന് വെച്ചാൽ മേഖല എന്നാണ്. 3 മേഖലകളായിട്ട് തരംതിരിക്കാം.
അറിയാം. എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെറിഷറി. ടെറിറ്ററി എന്നല്ല കുഞ്ഞുങ്ങളെ, ടെറിഷറി എന്നാണ് ഉച്ചരിക്കേണ്ടത് കേട്ടോ. ടെറിറ്ററി എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും കുഞ്ഞുങ്ങളെ ടെറിറ്ററി എന്ന് തന്നെ, കാരണം എന്താണെന്നറിയോ, ഷാ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവിടെ SH എഴുതി വെക്കുന്നവരുണ്ട്. അതുകൊണ്ട് TIA എന്ന് പറയുമ്പോൾ ഉച്ചരിക്കുന്നത് ടെറിഷറി എന്നാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ടെറിറ്ററിന്ന് പഠിക്കുമ്പോൾ ആ പഠിക്കുന്നതല്ലേ നമ്മൾ പോയി എഴുതി വെക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ പറയാൻ പറ്റുന്ന ആ രീതിയിൽ എഴുതുക കേട്ടോ. അപ്പോൾ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി സെക്ടർ, 3 സെക്ടർ. മുമ്പ് നമ്മൾ വൺ വേർഡിനകത്ത് ഇതൊക്കെ പറഞ്ഞായിരുന്നു. പ്രൈമറി സെക്ടറിൽ വരുന്ന ഏതാണ്? അഗ്രികൾച്ചർ ആണ് കേട്ടോ. സെക്കൻഡറിയിലോ നമ്മുടെ വൈദ്യുതിയൊക്കെ സെക്കൻഡറിയിലാണ് അല്ലേ. ഓക്കെ, അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. 3 എക്കണോമിക് ആക്ടിവിറ്റീസിനെ നമ്മൾ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. അതിലൊന്നാമത്തെ എന്താ നിങ്ങളെ? പ്രൈമറി സെക്ടർ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് പഠിക്കാം. പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ പ്രാഥമിക മേഖല. ദ പ്രൈമറി സെക്ടർ ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് ദാറ്റ് ഡയറക്ട്ലി യൂട്ടിലൈസ് നാച്ചുറൽ റിസോഴ്സസ്. ദിസ് സെക്ടർ ഈസ് ആൾസോ നോൺ ആസ് അഗ്രികൾച്ചറൽ സെക്ടർ. ഓർമ്മയുണ്ടോ? ഡ്യൂ ടു ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗിവൺ ടു അഗ്രികൾച്ചർ. എന്ന് നോക്കൂ നിങ്ങളെ, ഇവിടെ പ്രൈമറി എന്ന് കേൾക്കുമ്പോഴേ അറിയാം പ്രാഥമിക മേഖല അല്ലെ. പ്രൈമറി സെക്ടർ ഇൻക്ലൂഡ്സ് ആക്ടിവിറ്റീസ് ദാറ്റ് ഡയറക്ട്ലി യൂട്ടിലൈസ് നാച്ചുറൽ റിസോഴ്സസ്. ദീസ് സെക്ടർ ഈസ് ആൾസോ നോൺ ആസ് അഗ്രികൾച്ചർ സെക്ടർ ഡ്യൂ ടു ദ ഇമ്പോർട്ടൻസ് ഗിവൺ ടു അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ, മൈനിങ്, ഫോറസ്ട്രി, ഫിഷറീസ്, ഇതെല്ലാം എന്താ ഈ പ്രൈമറിയിൽ വരുന്നതാണ് കേട്ടോ. നമ്മൾ സാധാരണ നാട്ടിൻപുറത്തുകാരൊക്കെ നമ്മൾ കൃഷി ചെയ്തോ അല്ലെങ്കിൽ എന്താ മീൻ പിടിച്ചോ അല്ലെങ്കിൽ എന്താ മറ്റെന്തെങ്കിലുമൊക്കെ, മൈനിങ് ഒക്കെ സാധാരണക്കാർ ചെയ്യുന്നതാണോ? ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യുന്ന കേട്ടോ. അതായത് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി, പ്രകൃതിയിലെ വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. കൃഷിക്ക് പ്രാധാന്യമുള്ളത് കൊണ്ട് ഒന്നാമത്തെ വൺ വേർഡ് തന്നെ നമ്മൾ ഇതാ പഠിച്ചത്. ഈ മേഖലയെ നമ്മൾ എന്താ? കാർഷിക മേഖല എന്ന് അറിയപ്പെടുന്നു. കൃഷി, ഖനനം, വനപരിപാലനം, മത്സ്യബന്ധനം എന്നിവയൊക്കെ ഇതിന് എക്സാമ്പിളാണ്. നിങ്ങൾ ഈ എക്സാമ്പിളൊക്കെ നല്ലതുപോലെ പഠിക്കണം കേട്ടോ. ഓപ്ഷൻ ഈ 3 സെക്ടറൂടെ തന്നിട്ട് കുറേ ഓപ്ഷൻ ഇതുപോലെ തന്നിട്ട് ഇതിലേതൊക്കെയാണെന്ന് ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അറിയണ്ടേ കേട്ടോ. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഓക്കെ, അടുത്ത സെക്കൻഡറി സെക്ടർ, ദ്വിതീയ മേഖല. 1 പ്രാഥമിക മേഖല, 2 ദ്വി എന്ന് വെച്ചാൽ 2 എന്നല്ലേ, പ്രാഥമികം എന്ന് വെച്ചാൽ 1 കേട്ടോ. ദ്വിതീയ മേഖല. ദ സെക്കൻഡറി സെക്ടർ ഇൻവോൾവ്സ് ആക്ടിവിറ്റീസ് ദാറ്റ് ക്രിയേറ്റ് ന്യൂ പ്രോഡക്ട്സ് യൂസിങ് റോ മെറ്റീരിയൽസ് ഫ്രം ദ പ്രൈമറി സെക്ടർ. വായിക്കാൻ അറിയണേ. ദി സെക്ടർ ഈസ് ആൾസോ നോൺ ആസ് ഇൻഡസ്ട്രിയൽ സെക്ടർ. മുമ്പ് നമ്മൾ പ്രൈമറിക്കകത്തിലാണ് അഗ്രികൾച്ചർ വരുന്നത് കേട്ടോ. ഓരോന്ന് ഓർത്തോണേ. പ്രൈമറിക്കകത്തിൽ അഗ്രികൾച്ചർ വരുന്നു, സെക്കൻഡറിക്കകത്തിൽ ഇൻഡസ്ട്രിയൽ കേട്ടോ. മുമ്പ് നമ്മൾ വൺ വേർഡിനകത്തിൽ അത് ഉണ്ടായിരുന്നു കേട്ടോ. ബിക്കോസ് ഇറ്റ് ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു ഇൻഡസ്ട്രീസ്. അതായത് എക്സാമ്പിൾ ഏതൊക്കെയാണ് നിങ്ങളെ? പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി കേട്ടോ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, അതുപോലെ കൺസ്ട്രക്ഷൻ, ഇതെല്ലാം എന്താണ്? സെക്കൻഡറി സെക്ടറിന് എക്സാമ്പിളാണ്. ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത്ര എഴുതിയെടുക്കണേ. അപ്പം എന്താ മലയാളം മീഡിയക്കാർ? ദ്വിതീയ മേഖല. എന്താ നിങ്ങളെ? ദ്വിതീയ മേഖല. പ്രാഥമിക മേഖലയിൽ നിന്നുള്ള, പ്രാഥമികം എന്ന് വെച്ചാൽ എന്താ? പ്രൈമറി അല്ലെ. പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ നോക്കണേ. ഫസ്റ്റ് ഒന്നാമത്തെ അല്ലായിരുന്നോ പ്രാഥമിക മേഖല അല്ലെ. അതിൽ ഉള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ. ഇവരുടെ രണ്ടാമത്തെ ആണല്ലോ ദ്വിതീയം. അപ്പോൾ ഒന്നാമത്തേൽ കിട്ടുന്ന ആ വസ്തുക്കളെല്ലാം കൂടെ വെച്ചിട്ട് ഒരു പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളെയാണ് എന്ത് പറയുന്നത്? ദ്വിതീയ മേഖല എന്താ പറയുന്നത്. വ്യവസായത്തിന് പ്രാധാന്യമുള്ള ഈ മേഖലയെ ഇൻഡസ്ട്രി കേട്ടോ. അതുകൊണ്ട് ഇതിനെ വ്യാവസായിക മേഖല എന്ന് പറയുന്നു. അതിനൊക്കെ ഉദാഹരണം എന്ന് വെച്ചാൽ വൈദ്യുതി ഉൽപാദനം, ടെക്സ്റ്റൈൽ വ്യവസായം, കെട്ടിട നിർമ്മാണം തുടങ്ങിയവയെല്ലാം എന്താണ്? ദ്വിതീയ മേഖല അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടറിന് എക്സാമ്പിളാണ് കേട്ടോ. അടുത്ത ടെറിഷറി സെക്ടർ അല്ലെങ്കിൽ തൃതീയ മേഖല. അപ്പൊ ഇത് കേൾക്കുമ്പോഴേ അറിയാം, തൃതീയ എന്ന് വെക്കുമ്പോഴേ അറിയില്ല, 3 വരുന്നതായിരിക്കും അല്ലേ. ദ ടെറിഷറി സെക്ടർ ഈസ് ദ സെക്ടർ ദാറ്റ് പ്രൊവൈഡ്സ് സപ്പോർട്ട് ടു എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടർ. It includes all kinds of service activities such as the storage and distribution of products from the primary and secondary sectors. Therefore, this sector is also known as service sector. നോക്കണേ നിങ്ങളെ, പ്രൈമറി സെക്ടറിനെ കാണാതെ അങ്ങ് പഠിച്ച് ഇപ്പം തന്നെ അങ്ങ് പോയിക്കോ. പ്രൈമറി സെക്ടറിനെ നമ്മൾ അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നുണ്ട് അല്ലേ. സെക്കൻഡറി സെക്ടറിനെ നമ്മൾ എന്താ? ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറയുന്നുണ്ട്. ടെറിഷറി സെക്ടറിനെ നമ്മൾ സർവീസ് സെക്ടർ എന്നും പറയുന്നുണ്ട്. ഓരോന്നിൻ്റെയും എന്താ രണ്ടാമത്തെ പേരൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. എന്താ ഇവിടെ? പ്രാഥമികവും
നമ്മൾ പ്രാഥമിക മേഖലയിലെ ഉള്ള അസംസ്കൃത വസ്തുക്കളെല്ലാം കൂടെ കൊണ്ടുവന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ ദ്വിതീയ മേഖല അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്. എന്നാൽ ടെറിഷറി എന്ന് വെച്ചാൽ എന്താ, മൂന്നാമത്തെ അല്ലെ തൃതീയ മേഖലയിൽ എന്താ, ഈ പ്രൈമറിയിലുള്ളതും സെക്കൻഡറിയിലുള്ളതും കൂടെ എന്ത് ചെയ്യുന്നു, ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രദാനം ചെയ്യുന്ന ഒരു മേഖലയാണ് തൃതീയ മേഖല എന്ന് പറയുന്നത് കേട്ടോ. എല്ലാത്തിനും അവരെന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രാഥമിക മേഖലയും ദ്വിതീയ മേഖലയും, അതായത് പ്രൈമറിയും സെക്കൻഡറിയെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആരാ, ടെറിഷറി സെക്ടർ കേട്ടോ. ഇനി പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ, ഇംഗ്ലീഷ് അതുപോലെ എഴുതിയെടുക്കണമെങ്കിൽ കേട്ടോ. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും അത് വിതരണം ചെയ്യുന്നതിനും ഒപ്പം എല്ലാവിധ സേവന പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ ഉൾപ്പെടുന്നു. പ്രാഥമികവും ദ്വിതീയവുമായ മേഖലകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ അവർ സംഭരിക്കുമല്ലോ, ഇല്ലയോ? അവരെ ഒന്നാമത്തെ മേഖലക്കാർ വന്ന് മേഖലയിലെ സാധനങ്ങൾ രണ്ടാമത് കൊണ്ടുവന്ന് അവർ വീണ്ടും ഓരോന്നൊക്കെ ഉണ്ടാക്കി, അത് കഴിഞ്ഞ് മൂന്നാമത്തേലോട്ട് വന്നു. അപ്പോൾ മൂന്നാമത്തേലാകുമ്പോൾ ഓരോന്നൊക്കെ കാണുമല്ലോ വിൽക്കാനൊക്കെ, അല്ലേ? ഇത് ഇവർ വിതരണം ചെയ്യുന്നു. അങ്ങനെ എന്താ, സേവന പ്രവർത്തനങ്ങളാണ് അല്ലെ, സേവനം ചെയ്യുന്നുണ്ട്, വിൽപ്പന നടത്തുന്നു, എല്ലാവിധ സേവന പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇതിനെ സേവന മേഖല അല്ലെങ്കിൽ സർവീസ് സെക്ടർ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഉദാഹരണം ബാങ്കിങ്, ആരോഗ്യരംഗം, വാർത്താവിനിമയം കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാരെന്താ നിങ്ങളെ, ബാങ്കിങ്, ഹെൽത്ത് കെയർ, കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഇതിനകത്തിൽ വരുന്നതാണ് കേട്ടോ. കറക്റ്റായിട്ട് എഴുതിയെടുക്കണേ. നോക്കൂ ഞങ്ങൾ ഇവിടെ പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ടെറിഷറി സെക്ടറും ഏതൊക്കെയാണെന്നൊന്ന് റീഅറേഞ്ച് ചെയ്താൽ നിങ്ങളുടെ ടെസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മൈനിങ്ങും ഫിഷിങ്ങും അഗ്രികൾച്ചറും ഒക്കെ പ്രൈമറി വരുന്ന കേട്ടോ. ഖനനം, മത്സ്യബന്ധനം, കൃഷി എന്നിവയെല്ലാം ഏതാവും നിങ്ങളെ പ്രൈമറിയിലാണ് കേട്ടോ, പ്രാഥമിക മേഖലയിലാണ്. എന്നാൽ സെക്കൻഡറി ഇൻഡസ്ട്രിയും കൺസ്ട്രക്ഷനും പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഒക്കെ ഏതിലാ, സെക്കൻഡറി സെക്ടറിലാണ് കേട്ടോ. ടെറിഷറിയിലോ ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിക്കേഷന്, ബാങ്കിങ് ഇതെല്ലാം ടെറിഷറിയിലുമാണ്. തിരിഞ്ഞു പോകല്ലേ കേട്ടോ, ഇത് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ കുഞ്ഞുങ്ങളെ, ഫസ്റ്റില് നമ്മൾ ഇത്രയായിരുന്നു പറഞ്ഞിരുന്നത്. ഇനി സെക്കൻഡിൽ നമ്മുടെ ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രി, ഈ വ്യവസായങ്ങൾ, നമ്മളിപ്പോൾ 3 മേഖലകളെ കുറിച്ച് പറഞ്ഞു. ഇനി ഈ വ്യവസായങ്ങളുടെ വളർച്ച കേട്ടോ. മലയാളം മീഡിയക്കാരെന്താണ് ഇതുപോലെ എഴുതി വെക്കണം. എന്താ, വ്യവസായങ്ങളുടെ വളർച്ചയെക്കുറിച്ച്. അതായത് വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കൾ, റോ മെറ്റീരിയൽ എന്നാണ് കേട്ടോ. നിങ്ങൾ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കും. എന്താ നിങ്ങളെ, റോ മെറ്റീരിയൽ എന്നാണ് ഈ അസംസ്കൃത വസ്തുക്കൾ. നമ്മൾ ഈ ഓരോന്നുണ്ടാക്കാനൊക്കെ കുറേ സാധനങ്ങൾ മേടിക്കത്തില്ലേ, ഇങ്ങനെ ലുട്ടിലുടുക്കുകളെല്ലാം കൂടെ പറയുന്നതാണ് അസംസ്കൃത വസ്തുക്കൾ കേട്ടോ. അത് പേര് കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് വയ്ക്കും. റോ മെറ്റീരിയൽ എന്ന് കേട്ടിട്ടുണ്ടോ, അസംസ്കൃത വസ്തുക്കൾ കേട്ടോ. ഇത് കാർഷിക മേഖലയിൽ നിന്നും ശേഖരിക്കുകയും ജനങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുകയും, എന്താണ്, അങ്ങനല്ലോ, വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കൾ കാർഷിക മേഖലയിൽ നിന്നും ശേഖരിക്കുകയും ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ അത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ആ ഒരു വരി നല്ലപോലെ പഠിക്കണേ. വ്യവസായങ്ങൾക്കുള്ള അസംസ്കൃത വസ്തുക്കൾ കാർഷിക മേഖലയിൽ നിന്നും അവർ ശേഖരിക്കും. വ്യവസായങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം കൂടെ അവർ കാർഷിക മേഖലയിൽ ശേഖരിക്കും. എന്നിട്ട് ഈ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ കാര്യങ്ങൾ കാണുമല്ലോ, വേണ്ടുന്നതും വേണ്ടാത്തതും കാണുമല്ലോ. അതിനകത്തുള്ള ഉപയോഗപ്രദമായ കാര്യങ്ങൾ, അതിലെ വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നു. മനസ്സിലായോ? ഈ ആദ്യ കാലങ്ങളിൽ ഭക്ഷ്യവിളകളാണ് കൂടുതലും കൃഷി ചെയ്തിരുന്നത് അല്ലേ. നമ്മൾ പണ്ട് കാലത്ത് ഇന്നത്തെ കൂട്ടെല്ലാം ഒന്നും നടത്തുമൊന്നുമില്ല കുഞ്ഞുങ്ങളെ. അന്ന് നെല്ല്, നമുക്ക് എന്താ പ്രധാനപ്പെട്ട വേണ്ടുന്ന നെല്ല്, ഗോതമ്പ് ഇതൊക്കെയായിരുന്നു അവർ കൂടുതലായിട്ട് നട്ടുകൊണ്ടിരുന്നത് അല്ലേ. ആദ്യകാലങ്ങളിൽ ഭക്ഷ്യവിളകളാണ് കൂടുതലായിട്ടും അവർ കൃഷി ചെയ്യുന്നത്. ക്രമേണ അതെന്താ, വ്യാവസായിക വികസനത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കൃഷി ചെയ്യാൻ തുടങ്ങി. പിന്നീട് എന്താണ്, കാലക്രമേണ അല്ലേ, ഗ്രാജുവലി എന്താണ്, വ്യവസായത്തിന്റെ വികസനത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കൃഷി ചെയ്യാൻ അവർ തുടങ്ങി. ഇത് പരുത്തി, ചണം, ജൂട്ടെന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ജൂട്ട്, കോട്ടണും ജൂട്ടും അല്ലേ. ഇത് അവരെന്ത് ചെയ്തു, പരുത്തിയും ചണം എന്നിവ കാർഷിക വിളകളുടെ വ്യാപനത്തിന് കാരണമായി. പരുത്തി, ചണം, ജൂട്ടും കോട്ടണും ഒക്കെ കാർഷിക വിളകളുടെ വ്യാപനത്തിന് കാരണമായി. കാർഷിക മേഖലയും വ്യാവസായിക മേഖലയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് കേട്ടോ. ഒരു 5 പോയിന്റ് ഉണ്ട്, അത് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണേ നിങ്ങളെ. അതിൻ്റെ ഇംഗ്ലീഷാണ് ഇനിയും പറയുന്നത്. റോ മെറ്റീരിയൽസ് ഫോർ ഇൻഡസ്ട്രീസ് ആർ കളക്റ്റഡ് ഫ്രം അഗ്രികൾച്ചറൽ സെക്ടർ ആർ യൂസ്ഡ് ടു മേക്ക് വേരിയസ് യൂസ്ഫുൾ പ്രൊഡക്ട്സ് ഫോർ പീപ്പിൾ. In the early days, food crops that were mostly cultivated
Gradually, raw materials needed for industrial development began to the cultivated. This led to the expansion of agriculture crops such as cotton and jute. These agriculture sector and industrial sector are interconnected. അഗ്രികൾച്ചർ സെക്ടറും ഇൻഡസ്ട്രിയൽ സെക്ടറും കൂടെ എന്താണ്, അവർ പരസ്പരം ഇന്റർകണക്റ്റഡ് എന്ന് വെച്ചാൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് കേട്ടോ. കാർഷിക മേഖലയും വ്യവസായ മേഖലയും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു കേട്ടോ. വ്യവസായത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രീസ് എന്ന് ചോദിക്കുമ്പോൾ ഒരു 5 പോയിന്റ് എഴുതണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് പ്രൊഡക്ഷൻ കേട്ടോ. ഇനിയുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ പറഞ്ഞല്ലേ, ഞാൻ പ്രധാനപ്പെട്ടത് നോക്കിയാണ് തന്നിരിക്കുന്നത്. അപ്പം ഞാനൊന്ന് ഓടിച്ചിട്ട് പറയാം നിങ്ങൾ. അതാണ്ട് ഇവിടെ ഒരു ആത്മകഥ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് അഥവാ വായിച്ചാൽ എന്തുവാ സംഭവം എന്ന് മനസ്സിലായില്ലെങ്കിൽ അതാണ്ട് പേജ് നമ്പർ 80 ഒരു ആത്മകഥ പറയുന്നുണ്ട്. ആരുടെ ആത്മകഥയാണെന്നറിയോ? നമ്മുടെ ചെരുപ്പുണ്ടല്ലോ, നമ്മുടെ കാലിൽ കിടക്കുന്ന റബ്ബർ ചെരുപ്പുണ്ടല്ലോ, ആ ചെരുപ്പിൻ്റെ അതിൻ്റെ സ്വന്തം കാര്യം പറയുക ആത്മകഥ. മഴ നനഞ്ഞ് മഞ്ഞണിഞ്ഞ് വെയിലേറ്റ് മലഞ്ചെരുവിൽ നിന്ന റബ്ബർ മരത്തിലെ പാലായിട്ടാണ് ഞാൻ ആദ്യം രൂപം കൊണ്ടത്. നോക്കണേ, മഴ നനഞ്ഞ് നമ്മുടെ റബ്ബർ മരം നിൽക്കുന്നില്ലേ കുഞ്ഞുങ്ങളെ അയ്യത്ത്, അതാ മഴ നനഞ്ഞ് മഞ്ഞണിഞ്ഞ് വെയിലേറ്റ് മലഞ്ചെരുവിൽ നിന്ന് റബ്ബർ മരത്തിൻ്റെ പാലായിട്ടാണ് ഞാൻ ആദ്യം രൂപപ്പെട്ടത്. എന്നെ ശേഖരിച്ചിട്ട് ആസിഡ് കലർത്തി ഷീറ്റ് രൂപത്തിലാക്കി. പിന്നെ അത് ഉണക്കിയെടുത്ത് ഷീറ്റ് വാൽക്കനൈസേഷൻ പ്രക്രിയയിലൂടെ കട്ടിയുള്ളതാക്കി. ചെരുപ്പിൻ്റെ കനമുള്ള അച്ചുപയോഗിച്ച് അമർത്തിയപ്പോൾ ഞാൻ കൂടുതൽ ബലമുള്ളതായി. ചുറ്റികയുടെ നാദവും തുകലിൻ്റെയും റബ്ബർ ഷീറ്റിൻ്റെയും ഗന്ധവുമുള്ള തൊഴിൽശാലയിൽ വെച്ച് ഞാൻ ചെരുപ്പ് രൂപത്തിലായി. എന്നെ കൂടുതൽ മോടി വരുത്തി വിപണിയിലേക്ക് കയറ്റി വിട്ടു. ഇനി വിപണിയിൽ വച്ചാണ് ഞാൻ മനുഷ്യരുമായിട്ട് ചെങ്ങാത്തം കൂടിയത്. പലപ്പോഴും പലരുടെയും ജീവിതയാത്രയുടെ ഒരു ഭാഗമായി ഞാൻ നഗരത്തിലെ തിരക്കേറിയ തെരുവുകളിൽ, ശാന്തമായ ഗ്രാമങ്ങളിൽ, മലമ്പാതകളിൽ, തൊഴിൽശാലകളിലെല്ലാം എൻ്റെ ഉടമയുടെ പാദവും പേറി എന്ന് വെച്ചാൽ ഇതാരാണോ മേടിക്കുന്നത് അയാളല്ലേ, ഉടമയുടെ പാദവും പേറി ഞാൻ സഞ്ചരിച്ചു എന്നാണ് ഒരു റബ്ബർ ചെരുപ്പിൻ്റെ ആത്മകഥയാണ് കേട്ടോ. എന്തോ പറയാനല്ലേ. ഇതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റേതെങ്കിലും ഒരു ഉൽപ്പന്നത്തിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയ ഒരു ആത്മകഥ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ പറഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്, ഒരു പേനായോ അല്ലേ, നമുക്ക് എന്താ പറയാനുള്ളത്, നിങ്ങളുടെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് എഴുതാൻ ചോദിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളെ. കാർഷിക മേഖലയിൽ നിന്നും സംഭരിച്ച അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് മനുഷ്യർക്ക് ഉപകാരപ്രദമായ വിവിധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു എന്നാ പറയുന്നത്. ആദ്യകാലത്ത് ഭക്ഷ്യവസ്തുക്കളാണ് കൂടുതൽ കൃഷി ചെയ്തിരുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞതാ കേട്ടോ. ആദ്യകാലത്ത് നമ്മൾ വ്യവസായത്തിന്റെ വളർച്ച പഠിച്ചില്ലേ, അതാ ആദ്യകാലത്ത് ഭക്ഷ്യവസ്തുക്കളാണ് കൂടുതൽ കൃഷി ചെയ്തിരുന്നത്. കാലക്രമേണ വ്യവസായ വളർച്ചയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കൃഷി ചെയ്യാൻ തുടങ്ങി. പരുത്തി, ചണം തുടങ്ങിയവ കാർഷിക വിളകളുടെ വ്യാപനത്തിന് കാരണമായി. പ്രകൃതി വിഭവങ്ങളും കാർഷിക മേഖലയിൽ നിന്നും സംഭരിച്ച അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് വ്യവസായ മേഖല ഇങ്ങനെ വളർന്നു വന്നു. താഴെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ, മുള കണ്ടോ. ഈ മുളയിൽ നിന്ന് അവർ വെട്ടിയെടുത്ത് അത് നല്ല വൃത്തിയായിട്ടാക്കിയിട്ട് ആണ് നമ്മൾ പേപ്പർ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഈ ബുക്കിൻ്റെ ഒക്കെ ഈ പേപ്പറൊക്കെ ഉണ്ടല്ലോ, ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ മുളയാണെങ്കിൽ അവർ നല്ലപോലെ ഉണക്കി കേട്ടോ. ഇതിൽ ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട്. അതിന് ശേഷമാണ് അതെന്ത് ചെയ്യുന്നത്, പേപ്പർ റോളായിട്ട് വന്ന കണ്ടോ. ഈ പേപ്പർ റോളിൽ നിന്നാണ് നമ്മുടെ നോട്ട് ബുക്കുകൾ ഉണ്ടാകുന്നത് കേട്ടോ. അത് മനസ്സിലായോ? ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെരുപ്പിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ടയറുണ്ടോ നിങ്ങളെ, വണ്ടിയുടെ ടയർ കണ്ടോ, റബ്ബർ പാൽ, ഈ പാലെടുത്ത് റബ്ബർ ഷീറ്റ് ആക്കിയിട്ട് പിന്നെ എന്തെല്ലാം പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് ഈ ടയർ ഉണ്ടാക്കുന്നത് കേട്ടോ. ചിത്രങ്ങൾ നിരീക്ഷിക്കുക. കാർഷിക മേഖലയും വ്യവസായ മേഖലയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചിത്രങ്ങളിൽ നിന്നും നമ്മൾ തിരിച്ചറിഞ്ഞു. അതുപോലെ പ്രാഥമിക ദ്വിതീയ മേഖലകൾക്ക് ആവശ്യമായ സേവനങ്ങൾ പ്രദാനം ചെയ്യുന്നത് തൃതീയ മേഖലയായതിനാൽ ഈ 3 മേഖലകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. 3 മേഖലകളിലും നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഫലമായാണ് നമുക്ക് ഉൽപാദനം സാധ്യമാകുന്നത് കേട്ടോ. ഇനി എന്താണ് ഉൽപാദനം എന്നാണ് കേട്ടോ. ഉൽപാദനം ഇനിയുള്ള നോട്ട് നോക്കിയേ. പ്രൊഡക്ഷൻ, അതിൻ്റെ മലയാളം എന്താ നിങ്ങളെ, പ്രൊഡക്ഷൻ. നല്ലപോലെ ഇനിയുള്ളത് ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം നല്ലപോലെ പഠിക്കണം കേട്ടോ. ഉൽപാദനത്തിൻ്റെ ഇംഗ്ലീഷ് എന്താ, പ്രൊഡക്ഷൻ. ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപാദനം എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ഗുഡ്സ് ആൻഡ് സർവീസ് നീഡഡ് ഫോർ പീപ്പിൾ
കേട്ടോ. 1 മാർക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണത്. പിന്നെയോ അതിൻ്റെ തൊട്ട് താഴെ ഉണ്ടെങ്കിൽ അതാണ്ട് നിരവധി ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായാണ് ഉൽപാദനം നടക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു ഒരുപാട് പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് ഒരു ഉൽപാദനം നടക്കുന്നത് അല്ലേ. ഈ ഉൽപാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളെ ഉൽപാദക ഘടകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെ ഉൽപാദന ഘടകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട കേട്ടോ. ഏതൊക്കെയാണെന്ന് നോക്കിയേ, ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയാണ്. അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ഉൽപാദന ഘടകങ്ങൾ എന്നാൽ എന്താണ്? ഉൽപാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളെ ഉൽപാദന ഘടകങ്ങൾ എന്ന് വിളിക്കുന്നു. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയാണ് ഉൽപാദനത്തിലെ പ്രധാന 4 പേര് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഉൽപാദനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഉൽപാദനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേട്ടോ 4 എണ്ണം ഉണ്ട് കേട്ടോ. ഭൂമി, ലാൻഡ് അല്ലേ, തൊഴിൽ, ലേബർ, മൂലധനം, ക്യാപിറ്റല്, സംഘാടനം, ഓർഗനൈസേഷൻ. ദ വേരിയസ് എലമെന്റ്സ് ദാറ്റ് ഹെൽപ്പ് ദ പ്രൊഡക്ഷൻസ് ആർ കാൾഡ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ്. ദേ ആർ. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് ഉറപ്പായിട്ടും ചോദിക്കും. ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ കേട്ടോ. നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണ് നിങ്ങളെ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. അതിലൊന്നാമത്തെ ഏതാ? ലാൻഡ്. ഈ 4 എണ്ണത്തിനെ കുറിച്ചും നമുക്ക് കുറച്ച് ഈ 2 വരി വെച്ചതിലും ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. കൂടുതലൊന്നും അറിയേണ്ട, ഒരു 2 വരി വെച്ച് ലാൻഡ് എന്താ, ലേബർ എന്താ, ക്യാപിറ്റൽ എന്താ, ഓർഗനൈസേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പം ലാൻഡ് എന്ന് വെച്ചാൽ എന്താ? ഭൂമി. നോക്കിയേ, വാട്ടർ, എയർ, സൺലൈറ്റ്, സോയിൽ, മൈൻഡ് മിനറൽസ് ആൻഡ് സോ ഓൺ ആർ റെഫേർഡ് ടു as land in production process. The natural resources from the earth surfaces, atmosphere and interior are used for production. ഇത്രയേ ഉള്ളൂ നിങ്ങളെ. ജലം, നമ്മുടെ വാട്ടർ, അതുപോലെ എയർ, വായു, സൺലൈറ്റ്, സൂര്യപ്രകാശം, സോയിൽ, മണ്ണ്, മൈനിങ് എന്ന് വെച്ചാൽ എന്താ? ഖനനം അല്ലേ. മൈൻഡ്, മിനറൽസ് എന്ന് വെച്ചാൽ ഖനനം ചെയ്ത ധാതുക്കൾ, അതുപോലെ തന്നെ തുടങ്ങിയവ റെഫേർഡ് ടു as land in production process തുടങ്ങിയവയാണ് ഉൽപാദന പ്രക്രിയയിൽ ഭൂമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. ആ ഒരു വരി നല്ലപോലെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഭൂമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെല്ലാമാണ് നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. അടുത്ത അതിൻ്റെ തൊട്ട് താഴെ ദ നാച്ചുറൽ റിസോഴ്സസ് ഫ്രം ദ എർത്ത് സർഫസ്, അറ്റ്മോസ്ഫിയർ ആൻഡ് ഇന്റീരിയർ ആർ യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻസ്. നമ്മുടെ ഭൂമിയുടെ ഉപരിതലം ഉണ്ടല്ലോ, ഇന്റീരിയർ എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലല്ലേ. ഭൂമിയുടെ ഉപരിതലം ഏതൊക്കെയാ? നാച്ചുറൽ എർത്ത് സർഫസ്, അറ്റ്മോസ്ഫിയർ നമ്മുടെ അന്തരീക്ഷം, ഭൂമിയുടെ അന്തരീക്ഷം, ഭൗമാന്തരീക്ഷം എന്ന് പറയും അല്ലേ. ആൻഡ് പിന്നെ ഭൂമിയുടെ അന്തർഭാഗം, ഇന്റീരിയർ എന്ന് വെച്ചാൽ ഭൂമിയുടെ അകത്തുള്ളത്. യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻസ്, ഭൂമിയുടെ ഉപരിതലമുണ്ട്, ഭൗമ അന്തരീക്ഷമുണ്ട്, ഭൂമിയുടെ അന്തർഭാഗമുണ്ട് എന്നിവിടങ്ങളിലെ പ്രകൃതി വിഭവങ്ങളാണ് ഉൽപാദനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലാൻഡിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഈ 2 പോയിന്റ് എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾ വാരി വലിച്ചെഴുതണ്ട, 1, 2 പോയിന്റ് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. ഓക്കെ ആണോ നിങ്ങളെ? ഇനി അതിൻ്റെ മലയാളം ലാസ്റ്റിലത്തെ ഇതാട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. അടുത്ത ലേബർ, രണ്ടാമത്തത് കേട്ടോ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ രണ്ടാമത്തത് ഏതാ? ലേബർ, തൊഴിൽ കേട്ടോ. തൊഴിൽ നോക്കിക്കേ. ദ യൂസ് ഓഫ് manpower of workers in the productions process is called labor. Workers become part of the production process using their physical and intellectual capabilities. വാക്കൊക്കെ ഒന്ന് നോക്കണേ. ഇൻ്റലക്ച്വൽ capabilities അല്ലേ. Those who get rewarded for their work are considered as laborers, തൊഴിലാളികൾ. അപ്പം ഒന്നാമത്തെ നോക്കുന്നെങ്കിൽ ലേബറിനെ കുറിച്ചാണ്. ഒന്ന് നമ്മൾ പഠിച്ചത് ലാൻഡ്, ഭൂമിയെക്കുറിച്ചാണ്. നമ്മൾ പഠിക്കുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ 4 എണ്ണമാണ്. ഒന്നാമത്തെ ലാൻഡ്, ഭൂമിയാണ്. രണ്ടാമത്തെ ലേബർ, തൊഴിലാണ്. അതായത് ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികൾ അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് നമ്മൾ പറയുന്നത്. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികൾ അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ അല്ലെ ലേബർ എന്ന് പറയുന്നത്. കായികവും നോക്കണേ നിങ്ങളെ. വർക്കേഴ്സ് ബിക്കം പാർട്ട് ഓഫ് ദ പ്രൊഡക്ഷൻ പ്രോസസ് യൂസിങ് ദെയർ ഫിസിക്കൽ അല്ലേ, കായികവും ബുദ്ധിപരവുമായ ഇൻ്റലക്ച്വൽ കേപ്പബിലിറ്റീസ്, ബുദ്ധിപരവുമായ ശേഷി ഉപയോഗിച്ച് തൊഴിലാളികൾ ഉൽപാദന പ്രക്രിയയുടെ ഭാഗമാകുന്നു എന്നാണ്. പിന്നെയോ
ദോസ് ഹു ഗെറ്റ് റിവാർഡ് എന്ന് വെച്ചാൽ അതിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന തൊഴിൽ. നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്താൽ എന്താ, നമുക്ക് അതിന് കൂലി വേണം അല്ലേ, പ്രതിഫലം വേണം. ഈ പ്രതിഫലം ലഭിക്കുന്ന തൊഴിൽ ചെയ്യുന്നവരെയാണ് നമ്മൾ തൊഴിലാളികളായിട്ട് പരിഗണിക്കുന്നത്. ആ 3 പോയിന്റ് എഴുതിയെടുക്കണേ. ഇതാണ് ലേബർ എന്നാൽ എന്ത്, മലയാളവും ഇംഗ്ലീഷും കൊണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾ അതിൻ്റെ മൂന്നാമത്തെ എന്താണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ, മൂലധനം എന്നാണ്. ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ഉൽപാദന പ്രക്രിയയ്ക്ക് മൂലധനം ആവശ്യമാണ്. ഈ മൂലധനം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങാൻ ഞാൻ തീരുമാനിച്ചു നിങ്ങളെ കേട്ടോ. അപ്പോൾ എന്താണ്, എനിക്ക് അതിന് എന്ത് വേണം, എനിക്ക് ക്യാഷ് വേണം അല്ലേ. ക്യാഷ് ഇല്ലാതെ എന്തെങ്കിലും നടക്കുമോ? ഈ ക്യാഷ് നമ്മുടെ കയ്യിൽ വേണം അല്ലേ. അല്ലെങ്കിൽ എന്താ, എൻ്റെ കയ്യിൽ കുറേ വസ്തുക്കൾ വേണം. എന്താ, അത് നമുക്ക് ബാങ്കിലെങ്ങാനും വെച്ചിട്ട് കുറേ പൈസ എടുക്കാം അല്ലേ. കാരണം എന്താ, എനിക്ക് വസ്തുക്കൾ അല്ലേ, എനിക്ക് എന്താ വലിയ വീടുകൾ വേണം, അല്ലെങ്കിൽ എനിക്ക് നല്ല വിലപിടിപ്പുള്ള കാറുകൾ വേണം. കാരണം എന്താ, ഇതെവിടെങ്കിലും ഒന്ന് പണയം വെച്ചാൽ എന്താ, എനിക്ക് അതിന് പൈസ കിട്ടും. അങ്ങനെ നമ്മൾ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിനാണ് ഈ ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പിടികിട്ടിയോ? വിലപിടിപ്പുള്ള എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കറക്റ്റ് ക്യാപിറ്റൽ അല്ലെ മൂലധനം എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഒന്ന് സിമ്പിളായിട്ടൊന്ന് മനസ്സിലാക്കാൻ പറയുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഈ ക്യാപിറ്റൽ എന്തുവാ, മൂലധനം എന്ന് വെച്ചാൽ എന്തോ, ഇതൊന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും ഇതൊക്കെ അല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു ഉൽപ്പന്നത്തിൻ്റെയും ഉൽപാദന പ്രക്രിയയ്ക്ക് മൂലധനം ആവശ്യമാണ്. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന സമ്പത്തിനെയും അല്ലെ വിഭവങ്ങളെയുമാണ് നമ്മൾ മൂലധനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത്രയേ ഉള്ളൂ കുഞ്ഞില്ല, ഞാൻ പറഞ്ഞ ഓർത്താൽ മതി. ഞാൻ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എൻ്റെ കയ്യിൽ നല്ലപോലെ ക്യാഷ് ബാങ്കിൽ വേണം, അതല്ലെങ്കിൽ എന്താ അതുപോലെ വിലപിടിപ്പുള്ള എനിക്ക് എന്തെങ്കിലും ഇപ്പുറത്ത് വേണം. ഒന്നുകിൽ വലിയ വലിയ ബിൽഡിങ്ങുകൾ എൻ്റെ പേരിൽ കാണണം, അല്ലെങ്കിൽ ഒരുപാട് വസ്തുക്കൾ വേണം, അല്ലെങ്കിൽ നല്ല വിലപിടിപ്പുള്ള കാറുകളോ എന്തെങ്കിലും എൻ്റെ കയ്യിൽ എൻ്റേതെന്ന് പറയാനുണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അതെല്ലാം എനിക്കൊരു അസറ്റായില്ല, അതെല്ലാം എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അതെന്താ, ആ ഉള്ളതിനെ നമ്മൾ എന്താ ക്യാപിറ്റൽ അല്ലെ മൂലധനം എന്ന് പറയുന്നത്. ഇത് റഫായിട്ടൊന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാ കേട്ടോ. കാരണം ആദ്യമായിട്ട് നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തുവാ അല്ലേ, ക്യാപിറ്റൽ നമ്മുടെ ഈ പൈസ വേണം, അത് തന്നെ കേട്ടോ മൂലധനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നു. അപ്പോൾ ക്യാപിറ്റൽ എന്ന് വെച്ചാൽ നോക്കുന്നില്ലേ, ദ പ്രൊഡക്ഷൻ പ്രോസസ് ഓഫ് എനി പ്രൊഡക്റ്റ് റിക്വയർസ് ക്യാപിറ്റൽ. അതിൻ്റെ ഇംഗ്ലീഷാട്ടോ. ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദ വെൽത്ത് ആൻഡ് റിസോഴ്സസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റിലത്തെ എന്താ, ഓർഗനൈസേഷൻ, സംഘാടനം. നമ്മൾ പഠിച്ചത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ 4 കാര്യങ്ങളാണ് അതിന് വേണ്ടുന്നത്: ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഇതിൻ്റെ എല്ലാം മലയാളമുണ്ട്. സംഘാടനം എന്നാൽ എന്താണ്? ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവയെ കൂട്ടി യോജിപ്പിക്കലാണ് കുഞ്ഞുങ്ങളെ സംഘാടനം. സംഘടിപ്പിക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, എല്ലാവരും കൂടി സംഘടിപ്പിക്കുക അല്ലേ, സംഘാടനം. ഉൽപാദന ഘടകങ്ങളായ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാ? ഭൂമി, തൊഴിൽ, മൂലധനം, പിന്നെ ഏതാ ഈ നേരത്തെ പഠിച്ച 3 കൂട്ടി യോജിപ്പിക്കുന്നതിനെയാണ് സംഘാടനം എന്ന് പറയുന്നത്. ഇതിനായി പ്രവർത്തിക്കുന്നവരെ, ഈ സംഘാടനത്തിനായിട്ട് പ്രവർത്തിക്കുന്നവരെ, അത് 1 മാർക്കിൻ്റെ ചോദ്യമാണ്, നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടോ? അവരെ നമ്മൾ സംഘാടകർ അല്ലെങ്കിൽ സംരംഭകർ എന്നാണ് അറിയപ്പെടുന്നത്. അതൊക്കെ 1 മാർക്കിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം കേട്ടോ. എന്താ നിങ്ങളെ, നമ്മുടെ ഈ ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവയെ കൂട്ടി യോജിപ്പിക്കുന്നതിനെ സംഘാടനം എന്ന് പറയുന്നു. ഇനി ഇതിനായിട്ട് ആരൊക്കെയാണോ പ്രവർത്തിക്കുന്നത്, ഇതിനൊക്കെ ആൾക്കാർ കാണുമല്ലോ, മുന്നേ നിർത്തി ഇതൊക്കെ നടത്താനും എടുക്കാനും ഒക്കെ ആൾക്കാരില്ലേ, അവരെ നമ്മൾ സംഘാടകർ അല്ലെങ്കിൽ എന്റർപ്രണർ എന്ന് പറയും കേട്ടോ. സംരംഭകർ, എന്റർപ്രണർ കേട്ടോ, സംരംഭകർ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു പുതിയ ബിസിനസ് ആശയം രൂപപ്പെടുത്തുക, അതിനാവശ്യമായ മൂലധനം നമ്മൾ സമാഹരിക്കുക, ആ ആശയം പ്രാവർത്തികമാക്കുക എന്നിവയെല്ലാം സംഘാടനത്തിന്റെ ഭാഗങ്ങളാണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത്. പോയിന്റ് എന്നല്ല, സംഘാടനം എന്നാൽ എന്താണെന്ന് അറിയണം കേട്ടോ. ഒരു പുതിയ ഞാൻ പറയില്ലേ, ഒരു ടെക്സ്റ്റൈൽസ് എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുമ്പോൾ അതിന് നമുക്കൊരാശയം വേണം. എങ്ങനെയാ, എന്തുവാ അല്ലേ, എന്തൊക്കെയാന്നൊക്കെ ഒരു ആശയം രൂപപ്പെടുത്തുക, അതിനാവശ്യമായ മൂലധനം അല്ലെ, ക്യാപിറ്റൽ നമുക്ക് സമാഹരിക്കുക. ഈ ആശയം എന്ന് വെച്ചാൽ പൈസ വേണ്ടേ, നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ച് അങ്ങ് ഇറങ്ങി തിരിച്ചാൽ എന്ത് വേണം? ക്യാഷ് വേണം അല്ലേ. മൂലധനം സമാഹരിക്കുക, ആ ആശയം പ്രാവർത്തികമാക്കുക എന്നിവ സംഘാടനത്തിന്റെ ഭാഗമാണ്. ഇംഗ്ലീഷ് നോക്കിയോ നിങ്ങളെ, ഓർഗനൈസേഷൻ ഈസ് ദ കോഓർഡിനേഷൻ കൂട്ടി യോജിപ്പിക്കുന്ന ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സച്ച് എസ് ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. ദോസ് ഹു വർക്ക് ഫോർ ദീസ് ആർ നോൺ എസ്, ഇനി അവരെ എന്ത് പേരിൽ അറിയപ്പെടുന്ന? സംഘാടകർ, ഓർഗനൈസർ കേട്ടോ, ഓർഗനൈസേഴ്സ് സംഘാടകർ. അതുപോലെ എന്റർപ്രണർ, നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും ആ വാക്കൊക്കെ, എന്റർപ്രണർ കേട്ടോ. സ്പെല്ലിംഗ് ഒന്ന് നല്ലപോലെ നോക്കണേ കേട്ടോ, എന്റർപ്രണർ കേട്ടോ.
പിന്നെ ഫോമിങ് എ ന്യൂ ബിസിനസ് ഐഡിയ, റേസിംഗ് ദ നെസസറി ക്യാപിറ്റൽ ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ദാറ്റ് ഐഡിയ ആർ പാർട്ട് ഓഫ് ഓർഗനൈസേഷൻ. അതിനാവശ്യമായ മൂലധനം സമാഹരിക്കണം. ഒരു പുതിയ ബിസിനസ് നമ്മൾ തുടങ്ങണമെങ്കിൽ അല്ലേ, അതിന് ആശയം രൂപപ്പെടുത്തുക, ആ ആശയം പ്രാവർത്തികമാക്കുക എന്നതൊക്കെ എന്താ ഈ സംഘാടനത്തിൻ്റെ ഭാഗമാണ്. കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, ഞങ്ങളെ അടുത്ത് നമ്മൾ പഠിക്കുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അവരുടെ റിവാർഡുകളും. നമ്മൾ ടെസ്റ്റിനകത്തിൽ അതിൻ്റെ ഇങ്ങനെയൊക്കെ കണ്ട ഭൂമിയെക്കുറിച്ച് പഠിക്കുമ്പോൾ കണ്ട ഭൂമിയുടെ കേട്ടോ, ഭൂമിക്കകത്തിൽ മണ്ണ്, വനവിഭവം, കാറ്റാടിയന്ത്ര കാറ്റ്, പാറ, ജലം ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ചുരുക്കിയാണ് നമ്മൾ ആ നോട്ട് എഴുതിയേക്കുന്നത് കേട്ടോ. തൊഴിൽ, സംഘാടനം, ഇവിടെ ഒരു വർക്ക് ഷീറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതുകൂടെ പറഞ്ഞിട്ട് പറയാൻ നോക്കുന്നില്ല. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ്, അവരുടെ റിവാർഡുകൾ, ഇത് ഉറപ്പായിട്ടും ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ലാൻഡ്, ഭൂമിയാണെങ്കിൽ എന്താവും ഞങ്ങളെ, ഭൂമിക്ക് നമ്മൾ എന്താ ഭൂമിയൊക്കെ നമ്മൾ പാട്ടം കൊടുക്കുക എന്ന് പറയും അല്ലേ, റെൻറ്റ്, വാടകയ്ക്ക് കൊടുക്കും നമ്മൾ അല്ലേ. ഭൂമി ചിലപ്പോൾ 10 സെൻറ്റ് കടയ്ക്ക് വേണ്ടി നമ്മൾ റെൻറ്റിന് കൊടുക്കും അല്ലേ. ചിലപ്പം എന്താ 1 ഏക്കർ നമ്മൾ എന്ത് ചെയ്യുന്നു, കൃഷി ചെയ്യാൻ വേണ്ടി ഒരാൾക്ക് റെൻറ്റിന് കൊടുക്കും കേട്ടോ. ഇനി അതുപോലെ ലേബർ, തൊഴിലാളികളാണെങ്കിലോ അവർക്ക് കൂലി കൊടുക്കണം അല്ലേ. എന്ത് കൂലിയാ? ആ കൂലിയല്ല, വേജസ് കേട്ടോ. തൊഴിലാളികൾക്ക് കൂലി കൊടുക്കണമെന്നാണോ എന്ന് വെച്ചാൽ വേജസിന്റെ മലയാളം ആ കൂലി കേട്ടോ. അവർക്കെല്ലാം ശമ്പളം കൊടുക്കണം, അതാ കൂലി കേട്ടോ, വേജസ്. ക്യാപിറ്റൽ, മൂലധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിലോ. ഇപ്പം എൻ്റെ കയ്യിൽ മൂലധനം എന്ന് ഉദ്ദേശിച്ചാൽ എൻ്റെ കയ്യിൽ കുറേ ക്യാഷ് ഉണ്ടോ നിങ്ങൾ? എൻ്റെ കയ്യിലൊരു എന്തായാലും തള്ളുവല്ലയോ, ഒരു കോടി രൂപ അല്ലേ, എന്തായാലും തള്ളി പറിക്കുമല്ലയോ. 1 കോടി രൂപ ഇരുന്നോട്ടെ. ഈ 1 കോടി രൂപ ഞാൻ ബാങ്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ, പലിശ കിട്ടും. എന്നാൽ പിന്നെ നമ്മൾ ഈ പഠിക്ക് വല്ലതും ഇറങ്ങണോ അല്ലേ, അതൊക്കെ നോക്കിയാൽ മതിയായിരുന്നു അല്ലേ. ഓക്കെ, എപ്പോഴും ഓർഗനൈസേഷൻ, സംഘാടനം, പ്രോഫിറ്റ്. നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ്സിന് എന്താ അപ്പുറത്തെ വീട്ടിലെ ഇപ്പുറത്തെ വീട്ടിലെ ആരെങ്കിലും 3-4 പേരെ കൂട്ടി നമ്മളൊരു ബിസിനസ് നടത്തുവാണെങ്കിൽ എന്താ അതിന് ആ പ്രോഫിറ്റാണ്, നമ്മൾ ലാഭമാണ് നോക്കണ്ടേ അല്ലേ. ഈക്വലായിട്ട് എല്ലാവർക്കും വിധിച്ച് കൊടുക്കണ്ടേ അല്ലേ, അവിടെ അടിയാവും അല്ലേ. പ്രോഫിറ്റ്, ലാഭം, ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കണേ നിങ്ങളെ. ലാൻഡ് എന്ന് വെച്ചാൽ ഭൂമി അല്ലേ, ഭൂമിക്ക് നമ്മൾ റെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, പാട്ടം കൊടുക്കുക എന്ന് പറയും കേട്ടോ. ലേബർ, തൊഴിലാളികൾക്ക് നമ്മൾ വേജസ്, കൂലി കൊടുക്കണം. ക്യാപിറ്റൽ, മൂലധനത്തിന് നമ്മൾ ഇൻട്രസ്റ്റ്, പലിശ കൊടുക്കണം. ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ സംഘാടനം, അതിനെന്താ പ്രോഫിറ്റ്, ലാഭമാണ് കേട്ടോ. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ ഇതിനകത്തുള്ള ടെസ്റ്റിൽ എൻ്റെ തൊട്ട് താഴെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടെ. നിങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയക്കാരതൊന്ന് നോക്കണേ നിങ്ങൾ കേട്ടോ. അതായത് ഉൽപാദന ഘടകങ്ങൾ എന്നിവയെ ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ഒരു വർക്ക്ഷീറ്റ് പൂർത്തിയാക്കാൻ ഒന്നാമത്തെ നോക്കണേ. നിങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയക്കാരൊന്ന് എടുക്കണേ നിങ്ങൾ കേട്ടോ. എന്തുവാണെന്നറിയോ? ഓക്കെ, യൂസസ് ദ ഫിസിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ ലേബർ, കായികവും ബുദ്ധിപരവുമായ അധ്വാന ശേഷി ഉപയോഗിക്കുന്നു. ആരാണ്? തൊഴിലാളി. നമ്മളത് വേറെ രീതി പറഞ്ഞല്ലേ, ലേബർ, LABOURER കേട്ടോ, ലേബറർ, തൊഴിലാളികൾ. പിന്നെ ഉൽപാദന പ്രക്രിയയിൽ മൂലധനത്തിന് കിട്ടുന്ന പ്രതിഫലം എന്താണ്? ദ റിവാർഡ് ഫോർ ക്യാപിറ്റൽ ഇൻ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്താ? അവർക്ക് പലിശ, ഇൻട്രസ്റ്റ് ആണ് അവർക്ക് അല്ലേ, ഇൻട്രസ്റ്റ് ആണ്. പിന്നെ ഉൽപാദനത്തിന് ആവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്ന ഉൽപാദന ഘടകം ഏതാണ്? ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ് ദാറ്റ് പ്രൊവൈഡ് ദ നെസസറി ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഫോർ പ്രൊഡക്ഷൻ ഏതാ? അതിനേതാ? മൂലധനമാണ് കേട്ടോ. മൂലധനം എന്ന് വെച്ചാൽ എന്താണ്? ക്യാപിറ്റൽ ആണ് കേട്ടോ. ഉൽപാദനത്തിന് ആവശ്യമായ ഭൗതിക സൗകര്യങ്ങളൊക്കെ. ഇനി ഒരു പുതിയ ബിസിനസ് ആശയം പ്രാവർത്തികമാക്കാൻ നേതൃത്വം നൽകുന്ന വ്യക്തിയെ നമ്മൾ എന്താ പറയുന്നത്? സംഘാടകർ അല്ലേ, അല്ലെങ്കിൽ എന്താ ഓർഗനൈസർ, അല്ലെങ്കിൽ എന്റർപ്രണർ. ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ, ഓർഗനൈസർ എന്നോ കേട്ടോ, എങ്ങനെ വേണമെങ്കിലും പറയാം, ഓർഗനൈസർ എന്നോ. ഇനി ഉൽപാദന പ്രക്രിയയിൽ പാട്ടം പ്രതിഫലമായിട്ട് നൽകുന്നത് എന്തോത്തിനാവും നിങ്ങളെ? ഭൂമിക്കാണ് അല്ലേ, ലാൻഡിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? പാട്ടം കൊടുക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ ആ പറഞ്ഞത് ഒന്ന് തിരിച്ചിട്ട് നമുക്ക് വർക്ക്ഷീറ്റിൽ തന്നിരിക്കുക കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അതിനകത്തിൽ ഒരു ഇതുപോലെ ഒരെണ്ണം തന്നിട്ടുണ്ട്. നമ്മുടെ ഗാന്ധിജി പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഉപഭോക്താവ് ആരാണോ അത് ഞാൻ നോട്ടിലുണ്ട് കുഞ്ഞുങ്ങളെ. ഇവിടെ നോക്കിക്കേ, ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് അവയിൽ നിയമാനുസൃതം രേഖപ്പെടുത്തിയ പരമാവധി വില കൃത്യമായും പരിശോധിക്കാറുണ്ട്. നിങ്ങൾ പോകുമ്പോൾ ഇതൊക്കെ ചെയ്യാറുണ്ടോ? ഉണ്ട് അല്ലേ. ഇതൊക്കെ നോക്കിയല്ലേ നമ്മൾ എടുക്കുന്നത്. നിങ്ങൾ നോക്കത്തില്ലായിരിക്കും, പക്ഷെ നിങ്ങളുടെ രക്ഷകർത്താക്കൾ നോക്കും കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങളങ്ങ് തപ്പിയെടുത്ത് അല്ലേ, ഏതെങ്കിലും ഒരു കടയിൽ പോകുമ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കി അങ്ങ് എടുക്കുക. പക്ഷെ രക്ഷകർത്താക്കൾ വന്ന് എന്താണ് ഇതെല്ലാം നോക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുമ്പോൾ കാലാവധി കഴിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുവരുത്താറുണ്ടോ? ഉണ്ട്. പിന്നെ പരസ്യവാചകങ്ങളിൽ അവകാശപ്പെട്ടിട്ടുള്ള ഗുണമേന്മ ഉൽപ്പന്നത്തിനുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഉൽപ്പന്നത്തിനുണ്ടായിരുന്നോ എന്ന് നമ്മൾ നോക്കുക. ഉണ്ടായിരുന്നോ?
അതെന്താ ഉണ്ടായിട്ടല്ലേ അല്ലേ ഉണ്ടായിരുന്നു. വീട്ടിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് വിൽപ്പനാനന്തര സേവനം യഥാസമയം ലഭിക്കാറുണ്ട്. ഉണ്ടോ ഇല്ലയോ എന്നാണ് കേട്ടോ. ഉണ്ട്. വാങ്ങിയ ഉൽപ്പന്നത്തിന് അതിന്റെ വില അനുസരിച്ചുള്ള ഗുണമേന്മ ഉണ്ടായിരുന്നോ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട് അല്ലെ. ഇതെല്ലാം നോക്കിയാണ് നമ്മൾ എന്താ സാധനങ്ങൾ വാങ്ങുന്നത് കേട്ടോ. ഓക്കെ കുഞ്ഞല്ലേ. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ വായിച്ചതിൻ്റെ നമ്മൾ ഇനിയും എന്താ എടുക്കാനുള്ളത് കൺസംഷൻ. ഞാൻ വാരി വലിച്ചൊന്നും തരുന്നില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. കൺസംഷൻ എന്നാൽ എന്താ? ഉപഭോഗം. കൺസംഷൻ ഈസ് ദ ആക്ട് ഓഫ് ബൈയിങ് ആൻഡ് യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസ് ടു മീറ്റ് ഹ്യൂമൻ നീഡ്സ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാധിക്കുന്നതിനായിട്ട് സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗപ്പെടുത്തുന്നതാണ് ഉപഭോഗം എന്ന് പറയുന്നത്. എന്താ പറഞ്ഞാൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാധിക്കുന്നതിനായിട്ട് സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗപ്പെടുത്തുന്നതാണ് ഉപഭോഗം അല്ലെങ്കിൽ കൺസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കൺസ്യൂമർ എന്നാൽ എന്താണ്? ഉപഭോക്താവ് എന്നാൽ എന്താണ്? വില കൊടുത്തോ വില കൊടുക്കാം എന്ന കരാറിലോ, നമ്മൾ വില കൊടുത്തോ അല്ലെങ്കിൽ വില കൊടുക്കാം എന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ നമ്മൾ വാങ്ങി ഉപയോഗപ്പെടുത്തുന്ന വ്യക്തിയാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത്. ഉപഭോഗമുണ്ട്, ഉപഭോക്താവുണ്ട് കേട്ടോ, തിരിഞ്ഞു പോവല്ലേ. കൺസ്യൂമറും കൺസംഷനുമാണ് കേട്ടോ. എ കൺസ്യൂമർ ഈസ് എ പേഴ്സൺസ് ഹു ബൈസ് ആൻഡ് യൂസസ് ഓഫ് എനി ഗുഡ്സ് ഓർ സർവീസ് ഫോർ എ പ്രൈസ് ഓർ ഓൺ ആൻ എഗ്രിമെന്റ് ടു പേ ഫോർ ഇറ്റ് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് ആസ് എ കൺസ്യൂമർ ദ റൈറ്റ് വി ഹാവ് ആർ. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ നമുക്കുള്ള അവകാശങ്ങൾ, നമ്മളൊരു സാധനം മേടിക്കാൻ ചെല്ലുമ്പോഴേ നമുക്കുള്ള അവകാശങ്ങൾ എന്തെല്ലാം കുഞ്ഞുങ്ങളെ? അതിന് നല്ല ക്വാളിറ്റി ഉണ്ടോ? ഒരു സാധനം ചെന്ന് എടുക്കുമ്പോൾ അതിന് നല്ല ക്വാളിറ്റി ആണോ എന്ന് വെച്ചാൽ ഗുണനിലവാരമുള്ളതാണോ? ആക്യുറസി ഇൻ മെഷർമെൻറ്റ് ആൻഡ് വെയിറ്റ്. അതിൽ കൊടുത്തപ്പോൾ 1 കിലോ ഗോതമ്പ് പൊടിയോ എന്തെങ്കിലും നമ്മൾ എടുക്കാൻ ചെല്ലുമ്പം അത് അളവിലും തൂക്കത്തിലും കൃത്യതയുണ്ടോ? ആക്യുറസി എന്ന് വെച്ചാൽ കൃത്യമായിട്ടും കൃത്യത എന്നൊക്കെ കേട്ടോ. മെഷർമെൻ്റ് എന്ന് വെച്ചാൽ അളവ് അല്ലെ, വെയിറ്റ് എന്ന് വെച്ചാൽ അതിന്റെ തൂക്കം അല്ലെ, അതിന്റെ അളവിലും തൂക്കത്തിലുമുള്ള കൃത്യത ഉണ്ടോ? പിന്നെ ക്രെഡിബിലിറ്റി ഉണ്ടോ? വിശ്വാസ്യത എന്ന് പറയും കേട്ടോ, ക്രെഡിബിലിറ്റി ഉണ്ടോ? ഇഫ് ദ റൈറ്റ്സ് ആർ ഡിനൈഡ് ടു ദ കൺസ്യൂമർ വൺ ക്യാൻ അപ്രോച്ച് ദ കൺസേൺഡ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് കൺസ്യൂമർ കോർട്ട്. ഇനിയും നമ്മുടെ ഉപഭോക്താവിന് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ, ഇനി എന്തെങ്കിലും പറയുമ്പോൾ അവരെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ നമ്മൾ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകളിലോ അല്ലെങ്കിൽ ഉപഭോക്തൃ കോടതികളിലോ നമുക്ക് സമീപിക്കാമെന്നാണ് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ്. വൃത്തിയായിട്ട് എഴുതിയെടുക്കട്ടെ. ഇനി ഒരു 1 വേർഡ് അതിനകത്തിൽ എഴുതാനുണ്ടായിരുന്നു നിങ്ങളെ, ഞാൻ ലാസ്റ്റ് പറഞ്ഞതാണ്. 1986 ഇന്ത്യൻ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് കേട്ടോ. ഞാൻ ആ 1 വേർഡിനകത്തിൽ 10 എണ്ണത്തിൽ ഇത് എഴുതണം എന്ന് വിചാരിച്ചതാണ്, പക്ഷേ ലാസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. ചാപ്റ്ററിൻ്റെ ഫുൾ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറും നമ്മൾ ഇതിനകത്തിൽ എഴുതിയിട്ടുണ്ട്. 1986 ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് കേട്ടോ. അതുപോലെ തന്നെ വരുമാനം ലഭ്യമാകുന്ന പ്രവർത്തനങ്ങളെ എന്ത് പറയുന്നു? സാമ്പത്തിക പ്രവർത്തനങ്ങളെന്നും പറയുന്നു കേട്ടോ. അതൊക്കെ 1 വേർഡായിട്ട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്തിലെ പ്രധാനപ്പെട്ട എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഒരു 3 എണ്ണം ഉണ്ട്. നിങ്ങളെ വേണ്ടുന്ന ഒരു കമൻറ്റ് പറ കേട്ടോ. അല്ലാതുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസറുകളും നമ്മൾ ഇട്ടിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് പറയാം കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.